അമ്മുവേദി വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ജോഷി വിളിച്ച് അലറിയപ്പോഴാട്ടോ ഞാൻ കണ്ടിന്യൂറ്റി ഡ്രസ്സ് എടുക്കാൻ ഓർത്തത്. പിന്നെ അതും എടുത്ത് ഓടി താഴെ വന്നപ്പോഴത്തേക്കും പുതിയൊരു ഡ്രസ്സും കൂടെ വേണം. ഡ്രസ്സ് ഇരിപ്പുണ്ട്, പക്ഷെ ഇത് ഷേപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഒന്നും നോക്കില്ലേ, എനിക്കറിയാവുന്ന രീതി ഞാൻ ഷേപ്പ് പിടിക്കാൻ നോക്കി കേട്ടോ. പക്ഷെ വളഞ്ഞും പൊളഞ്ഞൊക്കെ പോയി. ഇനി ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. സാധാരണ ഇതൊക്കെ എനിക്ക് അമ്മയായിട്ട് ചെയ്തു തരാറുള്ളത്. പക്ഷെ രാവിലെ ആയതുകൊണ്ട് എനിക്ക് പോകേണ്ട ധൃതിക്ക് ഞാൻ തന്നെ അടിച്ചോളാന്ന് പറഞ്ഞു. എനിക്കങ്ങനെ ഒട്ടും അറിയാത്ത പണിയൊന്നും അല്ല കേട്ടോ ഇത്. കാരണം എന്റെ എല്ലാ പുതിയ ഉടുപ്പിന്റെ ഷേപ്പ് ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇത് പിന്നെ സമയം ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇത്ര ഇങ്ങനെ വളഞ്ഞു പോയത്. അതൊക്കെ കുഴപ്പമില്ലെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് മടക്കി ഡ്രസ്സൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി. അപ്പോഴാണ് എന്റെ ചെരുപ്പിന്റെ കാര്യം ഓർത്തത്. ഈ ചെരുപ്പ് കാണുമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കും. കാരണം ഞാൻ ചൂടിന്റെ മുകളിൽ നിൽക്കുന്ന പോലെയായിട്ട് ഒരു 2 അടിയെങ്കിലും ഹൈറ്റ് കാണും. കാരണം എനിക്ക് അധികം പൊക്കമില്ലല്ലോ. പക്ഷേ എന്റെ സീരിയൽ അഭിനയത്തിന് ഇത് എനിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇത് തന്നെയായിട്ട് ഇടാറുള്ളത്. അങ്ങനെ പെട്ടെന്ന് അവരുടെ കൂടെ കയറി നമ്മൾ നേരെ പോകുന്നത് ലൊക്കേഷനിലോട്ടാണ്. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അച്ചുക്കുട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അച്ചു നമ്മുടെ പ്രൊഡക്ഷനിലെ പയ്യനാണ്, പക്ഷെ നമ്മുടെ സ്വന്തം അനിയനാണ് കേട്ടോ. ഞങ്ങൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദാവൻ ചായം കൊണ്ട് വന്നു. ഞാനിട്ട ബാഗിന്റെയും ഡ്രസ്സിന്റെ ഒക്കെ ലിങ്ക് ലെറ്റ്സ് എപ്പോഴത്തെയും പോലെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ടേ. ടാറ്റാ.